നമസ്തേ. വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഈ വർഷത്തെ വിഷുഫലത്തിലേക്ക് നമുക്ക് പോകാം. മീന ശനി, എടവ വ്യാഴം, കൊല്ലവർഷം 1200, മീനമാസം 30 ഞായറാഴ്ച, ഉദയാദി 50 നാഴിക 20 വിനാഴിക ചെന്ന സമയത്ത് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷത്തിലെ പ്രതിപദ തിഥിയും പന്നി കരണവും അതുപോലെ വജ്രനാമ നിത്യയോഗവും ചേർന്ന തുലാവ കൂറിൽ മകരലഗ്നത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം. 2025 ഏപ്രിൽ മാസം 14 വിഷുവിന് കണി കാണാൻ ഏറ്റവും ഉത്തമമായ ഒരു മുഹൂർത്തം 4:10 ശേഷം 5:10 ശുഭമുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ വിഷുക്കണി കാണേണ്ടത്. വിഷുവിൻ്റെ സംക്രമത്തിൻ്റെ പ്രാധാന്യത്തിൽ പറയുന്നത് സംക്രമ പുരുഷൻ എന്ന് പറയുന്നത് സ്ഥിതൻ ആണ്. അതുപോലെ സംക്രമ ദേവത എന്ന് പറയുന്നത് ഘോരയാണ് സംക്രമത്തിൻ്റെ ദേവത. വാഹനമെന്ന് പറയുന്നത് വരാഹമാണ് വാഹനം. വസ്ത്രം വിചിത്രമായ വസ്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അലങ്കാരം എന്ന് പറയുന്നത് വിഷുഫലത്തിൽ രജതത്തെയാണ് ഈ വർഷത്തെ അലങ്കാരത്തിൽ സൂചിപ്പിക്കുന്നത്. വിലേപനം എന്ന് പറയുന്നത് ചന്ദനമാണ് വിഷുഫലത്തിൽ. ഛത്രമെന്ന് പറയുന്നത് താമ്രമാണ് വിഷുഫലത്തിൽ സൂചിപ്പിക്കുന്നത്. വാദ്യമെന്ന് പറയുന്നത് മദ്ദളത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭക്ഷണമെന്ന് പറയുന്നത് സക്തു എന്ന് പറയുന്ന ഭക്ഷണത്തെയാണ് വിഷുഫലത്തിൽ സൂചിപ്പിക്കുന്നത്. പാത്രമെന്ന് പറയുന്നത് താമ്രമാണ്. സ്നാനജലം എന്ന് പറയുന്നത് അഗരു എന്നതാണ് സ്നാനജലം. ഗമനം, വിഷുഫലത്തിൻ്റെ ഗമനം വടക്കോട്ടാണ് ഈ വർഷത്തെ ഗമനത്തെ സൂചിപ്പിക്കുന്നത്. പുഷ്പമെന്ന് പറയുന്നത് ബകുളം എന്ന് പറയുന്ന പുഷ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആയുധം വിഷുഫലത്തിൽ ഖഡ്ഗം എന്ന് പറയുന്ന ആയുധത്തെയാണ് വിഷുഫലത്തിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ അവസ്ഥ എന്ന് പറയുന്നത് സലജ്ജ എന്ന് പറയുന്ന അവസ്ഥയാണ് വിഷുഫലത്തെ സൂചിപ്പിക്കുന്നത്. മണ്ഡലം എന്ന് പറയുന്നത് വായുവിനെയാണ് സൂചിപ്പിക്കുന്നത്. മേഘമെന്ന് പറയുന്നത് നീലമാണ്. ഈ വർഷത്തെ വർഷമെന്ന് പറയുന്നത് 2 ആടകമാണ് വിഷുഫലത്തിൽ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വിഷുഫലത്തിൽ ആകെ ഭാരതത്തിൻ്റെ ഒട്ട് വിഷുഫലത്തെ സൂചിപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ തനിമ, സംസ്കാരം ഇവയ്ക്ക് ച്യുതി സംഭവിക്കാവുന്ന ഒരു വിഷുഫലമാണ്. ജനങ്ങളിൽ അശാന്തിയും ഭീതിയും വർദ്ധിക്കാനിടയുള്ള ഒരു വിഷുഫലമാണ്. ദേശത്തും രാജ്യത്താകമാനം ഭരണരംഗത്തുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഭരണരംഗത്തുള്ളവർക്ക് സംരക്ഷണ ചുമതല കുറഞ്ഞേക്കുന്ന ഒരു വിഷുഫലം കൂടിയാണ്. മറ്റൊന്ന്, സാമ്പത്തികമായ രംഗത്ത് അശ്രദ്ധകൾ വന്നു ചേരുന്ന ഒരു വിഷുഫലമാണ്. ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം വളരെ ഫലപ്രദമായി നടത്തുവാൻ വേണ്ടി ഭരണരംഗത്തുള്ളവർക്ക് സാധിക്കാത്ത ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അമർഷവും വിവാദങ്ങളും പരസ്പര ഭിന്നതകളും ഈ വിഷുഫലത്തിൻ്റെ സംക്രമ കാലഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയുടെ തന്നെ ചില ഭാഗത്ത് ഭൂചലനങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവ വന്നു ചേരാൻ ഇടയുള്ള ഒരു വിഷുഫലമാണ്. വിഷുഫലത്തിൽ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നൂതനമായ ആശയങ്ങൾ വന്നു ചേരുന്ന ഒരു വിഷുഫലമാണ്. കാർഷിക രംഗത്ത് പുതിയ പുതിയ കണ്ടെത്തലുകൾ ഈ വിഷുഫലത്തിൽ ഉണ്ടാകും. കാലാവസ്ഥ പ്രതികൂലത കൊണ്ട് കൃഷിനാശം സംഭവിക്കാവുന്ന ഒരു വിഷുഫലമാണ് ഈ വർഷത്തിൽ കാണുന്നത്. അതേസമയം കലാ കായിക രംഗത്ത് ഉന്നതിയുണ്ടാകുന്ന ഒരു വിഷുഫലമാണ്. ജനങ്ങളിലുള്ള സുരക്ഷാബോധവും ആസ്തിക്യ ബോധത്തെയും കെട്ടുറപ്പിനെയും ദേശസ്നേഹത്തെയും പരസ്പര വിശ്വാസത്തെയും വളർത്തുവാൻ ഭരണാധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാത്ത പക്ഷം പരസ്പര ഭിന്നതകളും അതുപോലെ തന്നെ അനൈക്യതയും വന്നു ചേരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ജലക്ഷാമമുണ്ടാകാനും ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വർദ്ധിക്കാനും ഈ ഒരു വിഷുഫലത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിന്, പരിസ്ഥിതി സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം ഈ വിഷുഫലത്തിൽ ഓരോ വ്യക്തികളും കൊടുത്തുകൊണ്ട് മുൻപോട്ടേക്ക് പോകേണ്ടുന്ന ഒരു വിഷുഫലമാണ് സൂചിപ്പിക്കുന്നത്.